ഹലോ, ഞങ്ങളിങ്ങനെയൊക്കെയാണ്. ദീപ്തി സീതത്തോട്. ഈ ടീച്ചർ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കാട്ടിലുള്ള അജിത എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ 2ാമത്തെ മകളെ ദീപ്തി ടീച്ചർ വളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നൊരു വീഡിയോ. അതിൻ്റെ കാരണം വേറൊന്നും ആയിരുന്നില്ല, ഈ അജിത എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ മകളെ വളർത്താനുള്ള സിറ്റുവേഷൻ ഇല്ല. കാരണം അത് പൊടിക്കൊച്ചാണ്, എങ്ങാണ്ട് 4 വയസ്സേ ആയിട്ടുള്ളൂ. അതിന് താഴെ വേറൊരു കൊച്ചുകൂടെ ഉണ്ട്, പിന്നെ ഒരു മകൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ 3 പേരെയും കൂടെ അവർക്ക് നോക്കാൻ പറ്റുന്നില്ല. സോ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി ടീച്ചർ ഈ കൊച്ചിനെ വളർത്താൻ കൊണ്ടുവരുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനുണ്ട്, കുഞ്ഞാവുണ്ട്, കണ്ണാപ്പിയുണ്ട്. ഞങ്ങൾ ഒരു വഴി വരെ പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് മറ്റാരുമല്ല, അജിതയുടെ 3ാമത്തെ കുട്ടി, ഞങ്ങളുടെ കുട്ടിവാവ അല്ലെങ്കിൽ ഞങ്ങളുടെ നന്ദൂട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇനി നന്ദൂട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, എത്ര നാൾ വേണമെങ്കിലും ഉണ്ടാവും. അത് നന്ദൂട്ടൻ്റെ അമ്മയ്ക്ക് സമ്മതം ഉള്ളിടത്തോളം കാലം. ഇല്ലെങ്കിൽ കുട്ടികളെ നോക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല അജിത ഇപ്പോൾ ഉള്ളത്. അതുങ്ങൾ വെറുതെ ആ കാട്ടിക്കിടന്ന് കഷ്ടപ്പെടുത്തിയുള്ളൂ. അപ്പോൾ ഒരാളെങ്കിൽ ഒരാളെ നമുക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നല്ല വിദ്യാഭ്യാസവും പറ്റുന്നത്രയും നമ്മൾ കിടുവിനെ പോലെ നമുക്ക് നോക്കാൻ പറ്റുന്നത് വലിയ കാര്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. അജിതയ്ക്ക് ഇതിന് മുന്നേ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. ജോലി ശരിയാക്കിയപ്പോൾ ഈ ഇളയ 2 മക്കളെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ കൊണ്ടുപോയിട്ട് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ആയപ്പോഴത്തേക്ക് കുട്ടികൾ കണ്ടിന്യൂസ് കരയുന്ന കാരണം ജോലി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ജോലി പുള്ളിക്കാരിക്ക് തുടരാൻ പറ്റിയില്ല. ഇതാണ് സംഭവം. ആളുടെ സിറ്റുവേഷൻ കാരണം അജിതയ്ക്ക് മക്കളെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ദീപ്തി ടീച്ചറെ ഏൽപ്പിക്കുന്നു. ഇതാണ് ആ വീഡിയോയുടെ കോണ്ടൻറ്റ്. അതായത് അവിടെ പോകുന്നതും മകളെ കൊണ്ടുവരുന്നതുമായിട്ട് അവർ ചെയ്തൊരു വീഡിയോ. ആ കൊച്ചിന് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും വീട്ടിൽ കൊണ്ടുവരുന്നതും വീട്ടിൽ എല്ലാവരുമായിട്ടും ആ കൊച്ച് കളിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് 2-3 വീഡിയോസ് ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അവർ ചെയ്തൊരു വീഡിയോ കണ്ടപ്പോൾ സീരിയസ്ലി എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇങ്ങനെയും കുറേ എണ്ണങ്ങൾ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെയും കുറേ എണ്ണങ്ങൾ. അപ്പോൾ നമ്മൾ ശിശു സംരക്ഷണ സമിതി അതിൽ പോയി. അപ്പോൾ കുറച്ച് സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവർ നമ്മളത് സംസാരിച്ചു, എൻ്റെ മാമൊക്കെ സംസാരിച്ചു. അപ്പോൾ നിയമപ്രകാരം ഇങ്ങനെ പറ്റില്ല. അതായത് കുറേ പേര് കംപ്ലൈൻറ്റ് ചെയ്തു, വാട്സപ്പിലൊക്കെ അയച്ചു കൊടുത്തു, വീഡിയോ നടപടി എടുക്കാത്ത എന്താണെന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പരാതികൾ വന്നത് പ്രകാരമാണ് വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ അവർക്ക് സ്വമേധയാ കേസെടുക്കാൻ പറ്റും. 6 വയസ്സ് കഴിഞ്ഞാൽ ഫോസ്റ്റർ പാരൻറ്റിങ് പറ്റും, നമുക്ക് കുട്ടീനെ വളർത്താൻ പറ്റും. ഒരു പ്രായം വരെ നമുക്ക് 3.5 വയസ്സ്. വളരെ മാന്യമായിട്ട് തന്നെയാണ് അവർ നമ്മളോട് ഇടപെട്ടതും സംസാരിച്ചതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതും. അപ്പോൾ 6 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ പറ്റും. അതിനും നിയമവശങ്ങളുണ്ട്. അപ്പോൾ ഈ പരാതി കൊടുത്തവരുടെ ഒരു മനസ്സാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ കൊച്ചിനെ കൊണ്ടുവന്നത്. എന്നിട്ടും കംപ്ലൈൻറ്റ് കൊടുക്കാൻ തോന്നിയവരുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണം. എന്ത് മാനസികാവസ്ഥയാണ് അവർക്ക് എന്നുള്ളത്. എല്ലാവരും പറയുന്ന ഒരു കാര്യം, അജിത കരഞ്ഞു, അജിതയ്ക്ക് ആ ഒരു അമ്മയുടെ ഹൃദയം നൊന്തു. ഈ അജിത പറഞ്ഞിട്ടാണ് ആ കൊച്ചിനെ ദീപ്തി ടീച്ചർ കൊണ്ടുവന്നത് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? അല്ലാണ്ട് ഒരു ദിവസം ദീപ്തി ടീച്ചർ പോയിട്ട് ആ കൊച്ചിനെ പിടിച്ചുകൊണ്ട് വന്നതല്ല. ഈ അജിത കൊടുത്തിട്ടാണ് അവർ കൊണ്ടുവന്നത്. ഈ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൊച്ചിനെങ്കിലും മെച്ചപ്പെട്ട ഒരു ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. അത് നശിപ്പിച്ചിട്ട് എന്ത് സന്തോഷമാണ് ഈ കംപ്ലൈൻറ്റ് കൊടുത്തവർക്ക് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് എന്ത് തൃപ്തിയാണ് ഇതിലൂടെ കിട്ടിയത്? ഇത് കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ആ കൊച്ചിനെ അവർ തിരിച്ച് ആ കാട്ടിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ അജിത പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതൊന്ന് ഈ ദീപ്തി ടീച്ചറുടെ വീഡിയോ എടുത്ത് കണ്ടു നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും കംപ്ലൈൻറ്റ് കൊടുത്ത മഹതികളും മഹതന്മാരും നന്നായിരിക്കട്ടെ.
ഒരു കൊച്ചിന് കിട്ടാവുന്ന നല്ലൊരു ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങളൊക്കെ സന്തോഷമായിട്ട് അംഗീകരിക്കും. അത്രേ പറയാനുള്ളൂ. ശരി എന്നാൽ.